മലപ്പുറം ജില്ലയിലെ വടക്കുഭാഗത്തെ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വീട്ടിലായിരുന്നു അബ്ദുറഹ്മാൻ ഹാജിയും ഭാര്യ സുഹറ ബീവിയും താമസിച്ചിരുന്നത്. അവരുടെ ഏകമകൻ റിഷാനും മരുമകൾ നജ്മയും 5 വയസ്സായ ആയിഷ എന്ന കുട്ടിയും ആ വീട്ടിൽ താമസിച്ചിരുന്നു. പണത്തിനും സമ്പത്തിനും ഒരു കുറവും അവർക്കുണ്ടായിരുന്നില്ല. വലിയ കാറുകൾ, വിശാലമായ തോട്ടം, വില കൂടിയ ഫർണിച്ചറുകൾ, വീട്ടിൽ ഒരുപാട് വേലക്കാരികൾ, അങ്ങനെ ഒരു ആഡംബര ജീവിതമായിരുന്നു അവരുടേത്. പക്ഷേ ആ വീട്ടിൽ ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നില്ല: മനുഷ്യത്വം. വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവർ ഭക്ഷണം കൊടുത്തിരുന്നത് പഴകിയ ചോറും കറിയും ആയിരുന്നു. എന്നാൽ വീട്ടിലെ നായയായ ടോമിക്ക് വില കൂടിയ ബിസ്ക്കറ്റുകളും പാലും ദിവസവും വേവിച്ച ചിക്കനും എല്ലാം കൊടുത്തിരുന്നു. നായയ്ക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന പോലും അവർ മനുഷ്യർക്ക് കൊടുത്തിരുന്നില്ല. ടോമി എന്ന നായ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് എപ്പോഴും സുഹറ ബീവി പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മഴയുള്ള രാവിലെ ആ വീട്ടുവാതിൽക്കൽ ഒരു സ്ത്രീ വന്നു. അവർക്ക് ഏകദേശം 55 വയസ്സ് തോന്നിക്കും. അവരുടെ സാരിയാണെങ്കിൽ പഴകിയതാണ്. കയ്യിൽ ചെറിയൊരു തുണിസഞ്ചിയുമുണ്ട്. അവരുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും അവരുടെ കണ്ണുകളിൽ നല്ല ശാന്തതയും അഭിമാനവും തോന്നിച്ചിരുന്നു. ആ സ്ത്രീ അവിടെയുള്ള വാച്ച്മാനോട് പറഞ്ഞു, "അസ്സലാമലൈക്കും, ഇവിടെ ഒരു ജോലിക്കാരിയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു." അത് കേട്ടപ്പോൾ വാച്ച്മാൻ ചോദിച്ചു, "എന്താ നിന്റെ പേര്?" അവൾ മറുപടി പറഞ്ഞു, "സൈനബ." ഉടൻ തന്നെ അയാൾ ആ സ്ത്രീയോട് പറഞ്ഞു, "അകത്തേക്ക് പോയിക്കോളൂ, എന്നിട്ട് മാഡത്തെ കാണൂ." അവർ അകത്തേക്ക് നടന്നു പോയി. അവിടെ സുഹറ ബീവിയെ കണ്ടു. ഇവരെ കണ്ടതും സുഹറ ബീവിയുടെ മുഖം ചുളിച്ചു. എന്നിട്ട് ചോദിച്ചു, "ഇതെന്താണ് കോലം? ഇതെന്താണ് നിന്റെയൊക്കെ വേഷം ഇങ്ങനെ? നിനക്ക് ജോലി ചെയ്യാനൊക്കെ ആരോഗ്യമുണ്ടോ?" അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, "ഉണ്ട് മേഡം, എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾ പറയുന്ന എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. എനിക്കൊരു ജോലി ഇപ്പോൾ അത്യാവശ്യമാണ്." സുഹറ ബീവി ഒന്നും മിണ്ടാതെ കുറച്ചുനേരം ആലോചിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, "ജോലിയൊക്കെ തരാം, പക്ഷേ ശമ്പളം അത്ര പ്രതീക്ഷിക്കരുതേ. ഞാൻ പറയുന്ന ജോലിയെല്ലാം ചെയ്യണം." അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, "അതെ, എനിക്ക് അങ്ങനെ മതി, ഞാനിവിടെ നിൽക്കാം." സൈനബ അന്ന് തന്നെ ജോലിക്ക് കയറി. പുലർച്ചെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ അവർ പണിയെടുത്തു. അടുക്കള വൃത്തിയാക്കൽ, നിലമെല്ലാം തുടക്കൽ, തോട്ടത്തിലെ കാര്യങ്ങൾ എല്ലാം തന്നെ ഒരാളായി അവൾ ചെയ്തു. ഇവൾ പണിയെടുക്കുന്നത് കണ്ടിട്ട് വീട്ടിലെ മറ്റു ജോലിക്കാർക്കെല്ലാവർക്കും സഹതാപം തോന്നി. എന്നിട്ട് അവർ പറയും, "ഇത്താ, ഒന്ന് കുറച്ചു നേരം ഇരിക്കൂ, കുറച്ചു നേരം വിശ്രമിക്കൂ, എന്നിട്ട് മതി നിങ്ങൾ ബാക്കി പണിയൊക്കെ." അടുക്കളയിൽ നിൽക്കുന്ന പഴയ ജോലിക്കാരിയായ ഫാത്തിമയ്ക്ക് സൈനബയോട് ഒരു പ്രത്യേകമായിട്ടൊരു സഹതാപം തോന്നി. സൈനബയോട് ഇരിക്കാനും കുറച്ചു നേരം വിശ്രമിക്കാനൊക്കെ അവർ പറയുമ്പോൾ സൈനബ അവരെ നോക്കി പുഞ്ചിരിക്കും. എന്നിട്ട് അവൾ മെല്ലെ പറയും, "ജോലി ചെയ്യുന്ന കൈകൾ നിർത്തരുതേ മോളെ, അതാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്." ഫാത്തിമയ്ക്ക് അതിശയം തോന്നി. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു ദേഷ്യം പോലും അവളുടെ മുഖത്തില്ലല്ലോ. സൈനബയോട് ഫാത്തിമ ഇടക്കൊക്കെ ചോദിക്കും, "നിനക്ക് ഇത്രയും ജോലി ചെയ്തിട്ടും നിനക്കൊരു ദേഷ്യം വരുന്നില്ലല്ലോ." അത് കേൾക്കുമ്പോൾ സൈനബ പറയും, "ദേഷ്യം കൊണ്ട് വയറ് നിറയില്ലല്ലോ ഫാത്തിമ." ആ വാക്ക് ഫാത്തിമയുടെ മനസ്സിൽ പതിഞ്ഞു. സമയം ഉച്ചയായി. ഉച്ചഭക്ഷണത്തിന് സമയമായി. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്നു. ചിക്കൻ്റെയും ബിരിയാണിയുടെയും മണം അടുക്കള നിറയെ നിറഞ്ഞു. സൈനബയാണെങ്കിലോ രാവിലെ മുതൽ ഉച്ചവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ നജ്മ അടുക്കളയിലേക്ക് വന്നു. ഫാത്തിമയോട് പറഞ്ഞു, "ദാ കുറച്ച് ചോറ് ജോലിക്കാർക്ക് കൊടുക്കൂ." ഫാത്തിമ പാത്രം തുറന്നു നോക്കി. പഴകിയ ചോറും കറിയുമാണ് അതിലുള്ളത്. ആ സമയം അവിടുത്തെ വളർത്തുനായയായ ടോമി കുരച്ചുകൊണ്ട് ഓടി വന്നു. "ടോമിക്ക് ആദ്യം ഭക്ഷണം കൊടുക്കണം, അവൻ്റെ ഭക്ഷണകാര്യത്തിൽ ഒരു കുറവും വരുത്തരുത്," നജ്മ പറഞ്ഞു. ഫ്രിഡ്ജിൽ നിന്നും ഒരു പാത്രമെടുത്തു. അതിൽ ചൂടോടെ വേവിച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ കറി, അതുപോലെ തന്നെ പാലിൽ മുക്കിയ ബ്രെഡ്, ഇതെല്ലാം അവർ ടോമിക്ക് കൊടുത്തു. ഇതെല്ലാം സൈനബ നിശബ്ദമായി നോക്കി. ഇതെല്ലാം കണ്ടപ്പോൾ ഫാത്തിമയ്ക്ക് വേദന തോന്നി. ഫാത്തിമ പറഞ്ഞു, "ഇത്താക്ക് ആദ്യം കൊടുക്കാമായിരുന്നല്ലോ." അത് കേട്ടപ്പോൾ നജ്മ പറഞ്ഞു, "ആദ്യം ടോമിക്ക് കൊടുക്കട്ടെ, എന്നിട്ടല്ലേ ജോലിക്കാർക്കൊക്കെ." നജ്മ വീണ്ടും പറഞ്ഞു, "നിങ്ങളൊക്കെ ജോലിക്കാരിയല്ലേ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള ചോറ് മതി. നിങ്ങളൊന്നും ഇതുപോലത്തെ ഒന്നും കഴിക്കാനായിട്ടില്ല." ഇതൊക്കെ സൈനബ കേട്ടെങ്കിലും ഒരു സങ്കടവും അവൾക്ക് മനസ്സിൽ വന്നില്ല. അവൾ ശാന്തമായി തന്നെ ആ പഴകിയ ചോറെടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ കഴുകി അത് ശാന്തമായി ഇരുന്ന് കഴിച്ചു. സൈനബ പഴകിയ ഭക്ഷണമെടുത്ത് കഴിക്കുന്നത് ആ വീട്ടിലെ 5 വയസ്സുകാരിയായ ആയിഷ കണ്ടു. അവൾ ചോദിച്ചു അവളുടെ ഉമ്മയായ നജ്മയോട്, "ഉമ്മ, എന്താണ് ആ ആൻറ്റിക്ക് നമ്മൾ കഴിക്കുന്നത് പോലത്തെ ഭക്ഷണം കൊടുക്കാത്തത്? അതല്ലെങ്കിൽ നമ്മൾ ടോമിക്ക് കൊടുക്കുന്ന പോലത്തെ നല്ല ബ്രെഡും പാലും ഏതെങ്കിലും കൊടുത്തൂടെ?"
ആയിഷയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ നജ്മ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, അവരൊക്കെ ജോലിക്കാരികളാണ്. അത് കേട്ടപ്പോൾ ആയിഷ പറഞ്ഞു, ജോലിക്കാരികളും മനുഷ്യരല്ലേ ഉമ്മ? ആ 5 വയസ്സുകാരുടെ വാക്ക് കേട്ടപ്പോൾ മേശക്കരികിൽ നിശബ്ദതയായി. എന്നാൽ ആരും അതിനുള്ള മറുപടി പറഞ്ഞില്ല. ആ കുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സൈനബയുടെ കണ്ണിൽ കണ്ണുനീർ വന്നു. പക്ഷേ ആരും കാണാതെ അവൾ മെല്ലെ അത് തുടച്ചു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം വീടിൻ്റെ മുറ്റം വൃത്തിയാക്കുകയായിരുന്നു സൈനബ. ആ സമയം ടോമി എന്ന നായ ഓടി വന്ന് സൈനബയുടെ അടുത്തു നിന്നു. അവളുടെ കാലിൽ തൊട്ടുരുമ്മി തല ചായ്ച്ചു നിന്നു. അത് കണ്ടപ്പോൾ സൈനബ ആ നായയുടെ തലയിൽ മെല്ലെ ഒന്ന് തലോടി. എന്നിട്ട് മെല്ലെ പറഞ്ഞു, നിനക്കൊരു തെറ്റുമില്ല മോനെ. പക്ഷേ ചില സമയത്ത് മനുഷ്യരാണ് മൃഗങ്ങളെക്കാൾ ക്രൂരരാകുന്നത്. ടോമി അവളുടെ കൈകൾ നക്കി. എന്നാൽ ആ കാഴ്ച അബ്ദുറഹ്മാൻ ഹാജി ജനലരികിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവർ എന്തോ ഒരു ചിന്തയിൽ മുഴുകി. എന്നിട്ട് അവർ മനസ്സിൽ പറഞ്ഞു, ഈ സ്ത്രീക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇത്രയും അപമാനം സഹിച്ചിട്ടും ഒരു പരാതി പോലും പറയുന്നില്ലല്ലോ. പക്ഷേ ആ ചിന്ത അദ്ദേഹം പെട്ടെന്ന് തന്നെ മനസ്സിൽ മാറ്റി. എന്നിട്ട് പറഞ്ഞു, സാധാരണ ഒരു ജോലിക്കാരി, അല്ലാതെ എന്താ? അതും പറഞ്ഞവർ മുറിയിലേക്ക് നടന്നുപോയി. എന്നാൽ ആ രാത്രിയിൽ സൈനബ തൻ്റെ തുണിസഞ്ചി തുറന്ന് അതിൽ നിന്ന് ഒരു പഴയ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയിൽ കാണുന്നത് ഒരു വലിയ വേദിയിൽ നിൽക്കുന്ന സൈനബ, കഴുത്തിലൊരു സ്വർണ്ണ മെഡൽ, ചുറ്റും പ്രമുഖർ നിൽക്കുന്നു. അവൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്തു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, സമയം ആയിട്ടില്ല. സത്യങ്ങൾ പുറത്തു വരാൻ ഇനിയുമുണ്ട്. ആ സമയം നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ ഫോട്ടോയിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം ആ വീട്ടിലെ എല്ലാവരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കും. പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്ക് തന്നെ സൈനബ എഴുന്നേറ്റു. മറ്റെല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അടുക്കള വൃത്തിയാക്കി, മുറ്റം അടിച്ചുവാരി, പൂന്തോട്ടത്തിൽ ചെന്ന് ചെടികളെല്ലാം തന്നെ നനച്ചു. അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഫാത്തിമ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫാത്തിമ ചോദിച്ചു, സൈനബത്ത, നിങ്ങൾ എപ്പോഴാണ് എഴുന്നേറ്റത്? ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. അപ്പോഴും നിങ്ങൾ പണിയെടുക്കുകയായിരുന്നു. പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങിയത്? എന്നിട്ട് ഇത്രയും നേരത്തെ എണീറ്റോ? അത് കേട്ടപ്പോൾ സൈനബ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാമല്ലോ. ആദ്യം നമ്മളോട് പറഞ്ഞ ജോലിയൊക്കെ തീർക്കണം. നിങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെടാൻ എന്താണ് കാരണം? ഫാത്തിമ വീണ്ടും ചോദിച്ചു. ആ വാക്കുകൾ കേട്ടപ്പോൾ സൈനബയുടെ മനസ്സ് വേറെ എങ്ങോ പോയി. ജീവിതം ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കും. അത് പഠിച്ചവർക്ക് കഷ്ടപ്പാട് പേടിയില്ല. അതിലപ്പുറം സൈനബ ഒന്നും പറഞ്ഞില്ല. അന്ന് വീട്ടിൽ ഒരു വലിയ വിരുന്നിൻ്റെ ഒരുക്കമായിരുന്നു. ഹാജി അബ്ദുറഹ്മാൻ്റെ കൂട്ടുകാരായ ബിസിനസ്സുകാരൊക്കെ അവിടെ വരുന്നുണ്ട്. അടുക്കളയിൽ നല്ല തിരക്കാണ്. നല്ല നല്ല ബിരിയാണികൾ, മന്തി, അൽഫാം, ഫ്രൂട്ട്സ് സാലഡ് എല്ലാം തന്നെ മേശ നിറഞ്ഞു. എല്ലാം തന്നെ അടുക്കളയിൽ ജോലിക്കാർ വെച്ചുണ്ടാക്കിയതാണ്. എല്ലാ ജോലികളും തീർന്ന് സൈനബ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. അപ്പോഴാണ് സുഹ്റ ബീവിയുടെ ശബ്ദം കേട്ടത്. സൈനബ, ആരാ നിന്നോട് ഇരിക്കാൻ പറഞ്ഞത്? മുകളിലെ പോയി ഹാൾ വൃത്തിയാക്ക്, വേഗം നോക്ക്. അത് കേട്ടതും സൈനബ ശരി മേഡം എന്ന് പറഞ്ഞു പോയി. വിശപ്പും ക്ഷീണവും മറന്ന് അവൾ വീണ്ടും ജോലിക്കിറങ്ങി. അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും വിരുന്നിന് അവിടെ എത്തി. അതിഥികളെല്ലാവരും തന്നെ ചിരിച്ചും രസിച്ചും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ സൈനബയും ഫാത്തിമയും അടുക്കളയിൽ പാത്രം കഴുകുകയായിരുന്നു. ആ സമയത്ത് ആയിഷ എന്ന പെൺകുട്ടി ഓടി വന്ന് അടുക്കളയിൽ നിന്നു. അവളുടെ കയ്യിൽ ഒരു ചിക്കൻ്റെ കഷ്ണമുണ്ടായിരുന്നു. നജ്മ കാണാതെ ഓടി വന്നതാണ് അവൾ. അത് സൈനബയ്ക്ക് കൊടുത്തു. ഇതാ ആൻറ്റി, ഇത് കഴിച്ചോളൂ. സൈനബ തല കുലുക്കിയിട്ട് പറഞ്ഞു, വേണ്ട മോളെ, അത് നീ കഴിച്ചോ. വീണ്ടും ആയിഷ പറഞ്ഞു, ഇതാ ആൻറ്റി, നിങ്ങൾ ഇതുവരെയും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അവളുടെ ആ കുഞ്ഞു മനസ്സ് സൈനബ ശ്രദ്ധിച്ചു. സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് സൈനബ ആയിഷയുടെ തലയിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. അപ്പോഴേക്കും നജ്മ അവിടെ എത്തി. വലിയ ശബ്ദത്തോടെ അവൾ ആയിഷയെ വിളിച്ചു. ആയിഷ, ഇതെന്താ നിന്റെ കയ്യിൽ? ആയിഷ പതുക്കെ മറുപടി പറഞ്ഞു, ഇതൊരു ചിക്കൻ്റെ കഷ്ണമാണ് ഉമ്മ. ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ഞാനിത് ഇവർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാ. അപ്പോൾ നജ്മ മറുപടി പറഞ്ഞു, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലിക്കാർക്ക് മേശയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കരുതേ എന്ന്. അത് പറഞ്ഞതും അവൾ ആയിഷയുടെ കയ്യിൽ നിന്ന് ആ ചിക്കൻ്റെ പീസ് വാങ്ങി ടോമിയുടെ പാത്രത്തിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് ഇനി ടോമിക്ക് കൊടുക്കാം. സൈനബ ഇതെല്ലാം കണ്ട് ശാന്തമായി നിന്നു. 5 വയസ്സായ ആ കുട്ടിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ, ടോമിക്ക് കൊടുക്കുന്ന അതിൽ നിന്ന് ഒരു പൊട്ടെങ്കിലും ആ ആൻറ്റിക്ക് കൊടുത്തൂടെ?
അത് കേട്ടപ്പോൾ നജ്മയ്ക്ക് ദേഷ്യം വന്നു. എന്നിട്ട് ആയിഷയോട് പറഞ്ഞു, നീ മിണ്ടാതെ അകത്തു പോ. ചെറിയൊരു തല്ലും കൊടുത്തു. കുട്ടി കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. അത് കണ്ടപ്പോൾ ഫാത്തിമയ്ക്ക് സഹിക്കാനായില്ല. ഫാത്തിമ നജ്മയോട് പറഞ്ഞു, മാഡം, രാവിലെ മുതൽ എന്നേക്കാളും കൂടുതൽ ജോലി ചെയ്യുന്നത് സൈനബയാണ്. അവൾക്ക് എന്തെങ്കിലും കൊടുത്തൂടെ? അത് കേട്ടപ്പോൾ നജ്മ ഫാത്തിമയോട് പറഞ്ഞു, നീയും അവൾക്ക് വേണ്ടി വാദിക്കുകയാണോ? നജ്മയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഫാത്തിമ മിണ്ടാതെ നിന്നു. അന്ന് പതിവ് പോലെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ ബാക്കി വന്നത് ജോലിക്കാർക്ക് കൊടുത്തു. പക്ഷേ അന്നൊരു വ്യത്യാസമുണ്ടായിരുന്നു. ഫാത്തിമയ്ക്ക് കുറച്ച് ഭക്ഷണം കിട്ടി. എന്ന സൈനബയ്ക്കോ ടോമി കഴിച്ച പാത്രം കഴുകാനും. ടോമി കഴിച്ച പാത്രത്തിൽ ഒരു ചിക്കൻ്റെ പീസുണ്ടായിരുന്നു. അത് ടോമി തൊട്ടിട്ടില്ല. ടോമി അത് കഴിക്കാതെ സൈനബയെ നോക്കി നിന്നു. അത് കണ്ടപ്പോൾ ഫാത്തിമയ്ക്ക് സങ്കടം തോന്നി. എന്നിട്ട് സൈനബയോട് പറഞ്ഞു, ഇത്ത, ഈ വീട്ടിൽ നായയ്ക്ക് കിട്ടുന്ന പരിഗണന പോലും അവർ നിങ്ങൾക്ക് തരുന്നില്ലല്ലോ. സൈനബ പതിയെ ചിരിച്ചു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, മനുഷ്യൻ്റെ വില അവൻ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടല്ല, അവൻ്റെ സ്വഭാവം കൊണ്ടാണ് കണക്കാക്കുന്നത്. ഉച്ചക്കുള്ള എല്ലാ തിരക്കും കഴിഞ്ഞു. അടുക്കള വൃത്തിയാക്കി. അന്ന് വൈകുന്നേരം ഗേറ്റിനടുത്ത് ഒരു ആഡംബര കാർ വന്നു നിർത്തി. ആ കാറിനുള്ളിൽ നിന്ന് ഒരു വിദേശിയായ വ്യക്തിയാണ് ഇറങ്ങിയത്. അവർ വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ സൈനബയെ കണ്ടു. ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മുഖം മാറി. എക്സ്ക്യൂസ് മീ. സൈനബ ഉടൻ തന്നെ തല താഴ്ത്തി. സർ. ആ വിദേശി അങ്ങനെ പറഞ്ഞ് അവളെ തന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ. അത് കേട്ടപ്പോൾ സൈനബ മറുപടി പറഞ്ഞു, അല്ല സാർ, നിങ്ങൾക്ക് ആളു മാറിയിട്ടുണ്ടാവും. അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് വേഗം പോയി. അയാൾ വീണ്ടും വീണ്ടും അവളെ തിരിഞ്ഞു നോക്കി. ഇംപോസിബിൾ, ഞാൻ ഈ മുഖം ഒരിക്കലും മറക്കില്ല. ഈ വാക്ക് കേട്ട ഹാജി അബ്ദുറഹ്മാൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൾ ഒരു ജോലിക്കാരിയാണ്. അവൾ ഇവിടുത്തെ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു സാധാരണ ജോലിക്കാരിയാണ്. എന്നാൽ ആ വിദേശിയുടെ മനസ്സിൽ വീണ്ടും സംശയം ബാക്കിയായിരുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം സൈനബ തൻ്റെ ചെറിയ മുറിയിൽ ഇരിക്കുകയായിരുന്നു. കയ്യിൽ ആ പഴയ ഫോട്ടോവും അതിൻ്റെ പുറകിൽ ഒരു ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റും. അവൾ അത് നോക്കി പതുക്കെ പറഞ്ഞു, എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കില്ല. സത്യം പുറത്തു വരാൻ ഇനി അധികം വൈകില്ല. ആ സമയത്ത് ഒരു നിലവിളി കേട്ടു. അത് ആയിഷയുടേതാണ്. വീട്ടിലെല്ലാവരും പരിഭ്രാന്തരായി. എല്ലാവരും ഓടി. മുറ്റത്തെ പഴയ കിണറിനരികിൽ ആയിഷയുടെ ചെരുപ്പ് മാത്രം പുറത്തു കിടക്കുന്നു. കിണറിനരികിൽ ആയിഷയുടെ ചെരുപ്പ് കണ്ടതോടുകൂടി കിണറ്റിലേക്ക് നോക്കി എല്ലാവരും ഉറക്കെ നിലവിളിച്ചു. ആയിഷ മോളെ എന്ന് നജ്മ അലറി വിളിച്ചു. നജ്മയുടെ ആ കരച്ചിൽ കേട്ട് അയൽവാസികളെല്ലാവരും ഓടിയെത്തി. അബ്ദുറഹ്മാൻ ഹാജിയും മകൻ റിഷാനും കിണറിനരികിലേക്ക് പാഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് ഒരേ ഭയം. കിണർ വളരെ ആഴമുള്ളതായിരുന്നു. മഴ പെയ്തതുകൊണ്ട് തന്നെ കിണറ്റിൽ ഒരുപാട് വെള്ളവുമുണ്ട്. ആരൊക്കെയോ ടോർച്ച് കൊണ്ടുവന്ന് കിണറ്റിലേക്ക് അടിച്ചു. അപ്പോൾ കാണുന്നു കുഞ്ഞു വെള്ളത്തിൽ കിടക്കുന്നു. അല്ലാഹുവേ, കുഞ്ഞു വെള്ളത്തിലാണല്ലോ കിടക്കുന്നത്. ആരോ ഉറക്കെ നിലവിളിച്ചു കരഞ്ഞു. ആ സമയം നജ്മ തളർന്നു വീഴാൻ പോയപ്പോഴേക്കും ഫാത്തിമ അവളെ പിടിച്ചു. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കൂ, ആരെങ്കിലും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നജ്മ പൊട്ടിക്കരഞ്ഞു. പക്ഷേ അത്രയ്ക്കും ആഴമുള്ള ആ കിണറ്റിലേക്ക് ഇറങ്ങാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ആ നിമിഷം ഒരു നിഴൽ എല്ലാവരെയും മറികടന്ന് മുന്നോട്ട് വന്നു. അത് മറ്റാരുമല്ല, സൈനബയായിരുന്നു. സൈനബ വേഗം പറഞ്ഞു, വേഗം പോയി ആരെങ്കിലും ഒരു കയറ് കൊണ്ടുവരൂ. അവിടെയുള്ളവർ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ തൻ്റെ സാരി എടുത്ത് അവളുടെ ദേഹത്ത് മുറുക്കി വരിഞ്ഞുകെട്ടി. ഫാത്തിമ ഉറക്കെ പറഞ്ഞു, സൈനബത്ത, സൂക്ഷിക്കണം. അത് കേട്ടപ്പോൾ സൈനബ പറഞ്ഞു, ഒരു കുഞ്ഞിൻ്റെ ജീവനേക്കാൾ വലുതല്ല എൻ്റെ ജീവൻ. അത് പറഞ്ഞു തീർന്നതും സൈനബ കയർ അരയിൽ കെട്ടി കിണറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നോക്കി. തണുത്ത വെള്ളത്തിൽ ആയിഷ ബോധരഹിതയായി കിടക്കുകയായിരുന്നു. സൈനബ വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്ക് നീന്തി ചെന്നെത്തി കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ ആയിഷയുടെ കവിളിൽ തട്ടി, മോളെ, ഒന്ന് കണ്ണു തുറക്കൂ. പ്രതികരണമൊന്നുമില്ല. അപ്പോഴേക്കും മുകളിൽ നിൽക്കുന്ന ആളുകൾ കയറ് വലിക്കാൻ തുടങ്ങി. അല്പസമയത്തിനകം സൈനബയും ആയിഷയും കിണറിൻ്റെ മുകളിലേക്കെത്തി. കുഞ്ഞിന് ശ്വാസമുണ്ടായിരുന്നില്ല. എല്ലാവരും ഭയന്ന് നോക്കുകയായിരുന്നു. ആ സമയം സൈനബ കുഞ്ഞിനെ വേഗം നിലത്ത് കടത്തി. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, ആരും അടുത്തേക്ക് വരണ്ട. അവൾ വേഗം കുഞ്ഞിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ തുടങ്ങി. റിഷാൻ ഇതെല്ലാം അത്ഭുതത്തോടെ നോക്കി. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, ഇവൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? നിമിഷങ്ങൾക്ക് ശേഷം ആയിഷ ശക്തമായി ചുമച്ചു.
പെട്ടെന്ന് തന്നെ വയറിൻ്റെ ഉള്ളിൽപ്പെട്ട വെള്ളമെല്ലാം പുറത്തേക്ക് വന്നു. അവൾ പൊട്ടിക്കരഞ്ഞ് ഉമ്മി എന്ന് വിളിച്ചു. ആ വിളി കേട്ടതും നജുമ പൊട്ടിക്കരഞ്ഞു മോളെ എന്ന് വിളിച്ച് മോളെ ചേർത്ത് പിടിച്ചു. അവിടെ നിന്നിരുന്ന എല്ലാവരും നിശ്വാസം വിട്ടു. ഹാജി അബ്ദുറഹ്മാൻ ആദ്യമായി ആദരവോടെ സൈനബയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നീയാണ് എൻ്റെ കൊച്ചുമോളെ രക്ഷിച്ചത്. അത് കേട്ടപ്പോൾ സൈനബ ശാന്തമായി പറഞ്ഞു, ഇതെല്ലാം അള്ളാഹുവിൻ്റെ കരുണയാണ്. ആയിഷയ്ക്ക് പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ നൽകിയിട്ടുണ്ടെങ്കിലും അവർ പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഡോക്ടർ പരിശോധിച്ച ശേഷം പുറത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ആരാണ് കുട്ടിക്ക് പെട്ടെന്ന് CPR കൊടുത്തത്? അത് കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടിയെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. അത് കേട്ടപ്പോൾ റിഷാൻ അതിശയിച്ചു. എന്നിട്ട് ചോദിച്ചു, CPR? അതെ, CPR കൊടുത്തത് വളരെ ശരിയായിരുന്നു. ഡോക്ടർ നേരെ സൈനബയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ടോ? അത് കേട്ടപ്പോൾ സൈനബ കുറച്ചുനേരം മൗനമായി നിന്നു. എന്നിട്ട് പറഞ്ഞു, കുറച്ചൊക്കെ അറിവുണ്ട് ഡോക്ടർ. അതുമാത്രം പറഞ്ഞ് അവൾ അവിടെ നിന്നും മാറി നിന്നു. ഡോക്ടർക്ക് സംശയം തോന്നി. ഇത് കുറച്ച് അറിവുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല, അറിവും മനോധൈര്യവും വേണം. അങ്ങനെ എല്ലാവരും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ശേഷം ഹാജി അബ്ദുറഹ്മാൻ ആദ്യമായി സൈനബയോട് പറഞ്ഞു, ഇനി മുതൽ നീയും ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കണം. അത് കേട്ടപ്പോൾ സൈനബ പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. എന്നിട്ട് പറഞ്ഞു, വേണ്ട സാർ, ഞാൻ ഇവിടെയൊക്കെ കഴിച്ചോളാം. ഞാനിവിടേക്ക് ജോലി ചെയ്യാനാണ് വന്നിട്ടുള്ളത്. എന്നാൽ സുഹറ ബീവിയുടെയും നജുമയുടെയും മനസ്സ് ഇപ്പോഴും മാറിയിട്ടില്ല. അവർക്കിപ്പോൾ പഴയതുപോലെ തന്നെയാണ്. അടുക്കളയിലെത്തിയ നജുമ ഫാത്തിമയോട് മെല്ലെ പറഞ്ഞു, ഒരു കുഞ്ഞിനെ രക്ഷിച്ചു എന്ന കാര്യം കൊണ്ട് അവളിപ്പോൾ വലിയ ആളായോ? ആ വാക്കുകൾ സൈനബ കേട്ടു. എന്നാലും സൈനബയ്ക്ക് ഒരു ദേഷ്യവും വന്നില്ല. അന്ന് രാത്രി സൈനബ തൻ്റെ ചെറിയ മുറിയിലിരുന്ന് ആ പഴയ ഫയൽ തുറന്നു നോക്കി. അതിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും വിദേശ കോൺഫറൻസുകളുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. അതേസമയം പുറത്തൊരു വലിയ കാർ വന്ന് നിർത്തുന്ന ഒരു ശബ്ദം കേട്ടു. വാച്ച്മാൻ വേഗം ഗേറ്റിൻ്റെ മുന്നിലേക്ക് ഓടി. അപ്പോഴതാ നേരത്തെ വന്നിട്ടുള്ള വിദേശി വീണ്ടും വന്നിരിക്കുന്നു. വിദേശി വേഗം ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ഹാജി അബ്ദുറഹ്മാനോട് ചോദിച്ചു, നേരത്തെ കണ്ട ആ ഒരു സ്ത്രീ എവിടെ? ഇവിടെ ജോലി ചെയ്തിരുന്ന? ഹാജി റഹ്മാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അവളെ കാണുന്നത്? അവൾ ഒരു സാധാരണ സ്ത്രീയല്ല, ഞാൻ എല്ലാം തന്നെ തിരിച്ചറിഞ്ഞു. ആ വാക്കുകൾ കേട്ട് വീട്ടിലുള്ളവരെല്ലാം തന്നെ അമ്പരന്നു. ഉടൻ തന്നെ ഹാജി റഹ്മാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്? അത് കേട്ടപ്പോൾ വിദേശി തൻ്റെ ബാഗിൽ നിന്ന് ടാബെടുത്തു. അതിലൊരു പഴയ വാർത്താ ചിത്രം എടുത്തു. ചിത്രത്തിൽ ഒരു സ്ത്രീ വേദിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ആ സ്ത്രീയുടെ കഴുത്തിൽ ഒരു സ്വർണ്ണ മെഡൽ. കൈയടിക്കുന്ന നൂറുകണക്കിന് ആളുകൾ. ആ ചിത്രം അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരാണ് ഡോക്ടർ സൈനബ റഹ്മാൻ. വർഷങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നല്ല നഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇവർ. ജീവൻ രക്ഷിക്കുന്ന സേവനത്തിന് ഇവർക്ക് അന്താരാഷ്ട്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും ആ ചിത്രത്തിലേക്കും അതുപോലെ തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്ന സൈനബയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. റിഷാൻ മെല്ലെ പറഞ്ഞു, അതും ഇതും ഒരാളാണല്ലോ. അപ്പോൾ ആ വിദേശി പറഞ്ഞു, അതെ, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഞാനും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ സമയം സൈനബ അകത്തുനിന്നും പുറത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് പതിവ് പോലെയുള്ള ഒരു ശാന്തത തന്നെ. സൈനബ വിദേശിയോട് പറഞ്ഞു, സാർ ഒന്ന് നിർത്തൂ, ഇനി ഒന്നും പറയണ്ട. വിദേശി അതൊന്നും കേൾക്കാതെ വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളെപ്പോലെയുള്ള ഒരു മഹത്തായ ഒരു സ്ത്രീ എന്തിനാണ് ഈ വീട്ടിൽ ജോലിക്കാരിയായി നിൽക്കുന്നത്? അത് കേട്ടപ്പോൾ വീട്ടിൽ എല്ലാവരും നിശബ്ദമായി നിന്നു. എല്ലാവരുടെയും കണ്ണുകൾ സൈനബയുടെ മുഖത്തേക്ക് തിരിഞ്ഞു. കുറച്ചുനേരം അവൾ മിണ്ടാതെ നിന്നു. പിന്നെ ആഴത്തിൽ ശ്വാസമെടുത്തു. അവൾ പറഞ്ഞു, സത്യം അറിയാൻ നിങ്ങൾക്കെല്ലാവർക്കും അവകാശമുണ്ട്. അവൾ വീണ്ടും പറഞ്ഞു, 20 വർഷം ഞാൻ വിദേശത്ത് നഴ്സായി ജോലി ചെയ്തു. ആയിരക്കണക്കിന് രോഗികളെ ഞാൻ ചികിത്സിച്ചു. ഒരുപാട് അവാർഡുകളും എനിക്ക് ലഭിച്ചു. എന്നാൽ എനിക്ക് ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ ഏക മകൻ റിയാസായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം വിറച്ചു. എനിക്ക് അവനെ ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹം. ഒരു ദിവസം അവനും അവൻ്റെ ഭാര്യയും പോകുമ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചു. അത് പറഞ്ഞപ്പോൾ സൈനബയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. ആ വാക്ക് കേട്ടപ്പോൾ ഫാത്തിമയുടെ കണ്ണും നിറഞ്ഞു. സൈനബ പറഞ്ഞു, അവിടെ നിന്ന് എൻ്റെ ജീവിതം ഇപ്പോൾ മാറിമറിഞ്ഞു. എൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ബന്ധുക്കൾ തട്ടിയെടുത്തു. ഞാൻ കോടതിയിലോ പോലീസിൽ പരാതി പറയാനോ പോകാൻ താല്പര്യപ്പെട്ടില്ല.
കാരണം ഞാൻ എല്ലാ കാര്യത്തിലും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അതെല്ലാം തിരികെ കിട്ടും. പക്ഷേ നഷ്ടപ്പെട്ട എൻ്റെ മകൻ തിരികെ കിട്ടില്ലല്ലോ. സൈനബയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും മിണ്ടാതെ നിന്നു. പക്ഷേ സൈനബ വീണ്ടും പറഞ്ഞു, അന്ന് മുതൽ ഞാനൊരു തീരുമാനമെടുത്തു. പണവും സ്ഥാനവും നോക്കാതെ മനുഷ്യരെ മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഞാൻ പല വീടുകളിലും ജോലിക്കാരിയായി ജോലി ചെയ്യാൻ തുടങ്ങിയത്. അബ്ദുറഹ്മാൻ ഹാജി അത്ഭുതത്തോടെ അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ്? മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയാൻ. അത് കേട്ടപ്പോൾ ഹാജി അബ്ദുറഹ്മാൻ തരിച്ചുപോയി. സൈനബ വീണ്ടും പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ വന്ന ആ ദിവസം മുതൽ തന്നെ എനിക്ക് ഇവിടുത്തെ എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളർത്തുനായ്ക്ക് കൊടുക്കാൻ ചൂടുള്ള ചിക്കൻ, ജോലിക്കാർക്ക് പഴകിയ ചോറും. എന്നാൽ ഈ വീട്ടിൽ മനുഷ്യത്വം ഞാൻ കണ്ടത് ആ 5 വയസ്സായ ആയിഷ എന്ന കുട്ടിയിൽ മാത്രമാണ്. ഇത് കേട്ടപ്പോൾ നജ്മയ്ക്ക് തല ഉയർത്താൻ ആയില്ല. എനിക്കിവിടെ ഏറ്റവും വേദനയായി തോന്നിയത് എനിക്ക് വിശപ്പിൻ്റെ വേദനയല്ല, എന്നെ അപമാനിച്ചതിൻ്റെ വേദനയായിരുന്നു. എന്നാലും ഞാൻ ആരോടും പരാതി പറഞ്ഞില്ല, ആരെയും വെറുത്തതുമില്ല. കാരണം വെറുപ്പ് മറ്റൊരു വെറുപ്പിനെ സൃഷ്ടിക്കുകയുള്ളൂ. ആ വാക്ക് കേട്ടപ്പോൾ ഹാജി അബ്ദുറഹ്മാൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു പതുക്കെ സൈനബയുടെ അടുത്തെത്തി. എല്ലാവരും നോക്കി നിൽക്കെ അദ്ദേഹം സൈനബയുടെ അടുത്ത് നിന്ന് 2 കൈകളും കൂപ്പി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം. ആ കാഴ്ച കണ്ട സുഹറ ബീവിയും നജ്മയും പൊട്ടിക്കരഞ്ഞു. നജ്മ ഓടിച്ചെന്ന് സൈനബയുടെ കാലിൽ വീണു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. ഒരു ജോലിക്കാരിയുടെ സ്ഥാനം പോലും നിങ്ങൾക്ക് തന്നില്ല. എന്നോട് മാപ്പാക്കണം. സൈനബ ഉടൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞില്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ നല്ലത്. ആ സമയം ടോമി ഓടി വന്ന് സൈനബയുടെ കാലിൽ വീണു. സൈനബ ഉടൻ തന്നെ തൻ്റെ കൈകളെടുത്ത് അവൻ്റെ തലയിൽ മെല്ലെ തലോടി. എന്നിട്ട് പറഞ്ഞു, ഇത് ഒരു നായയാണെങ്കിൽ പോലും ഇത് എന്നെ അപമാനിച്ചിട്ടില്ല. ഇതിൻ്റെ സ്നേഹം കൂടി നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ. ആ വാക്കുകളും കൂടെ കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അന്ന് രാത്രി ഹാജി അബ്ദുറഹ്മാന് ഒരിക്കലും ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തു ചെയ്തിട്ടും ഉറക്കം വരുന്നില്ല. ഉറങ്ങുമ്പോഴൊക്കെ ഓരോരോ ചിന്തകൾ മനസ്സിൽ വരുന്നു. ഒരു വശത്ത് തൻ്റെ കൊച്ചുമകളെ രക്ഷിച്ച സ്ത്രീ, അതുപോലെ തന്നെ മറുവശത്ത് ദിവസങ്ങളോളം അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീ. വീട്ടിലെ വളർത്തുനായ്ക്ക് പോലും കൊടുക്കുന്ന ബഹുമതി ആ സ്ത്രീക്ക് അവർ കൊടുത്തില്ല. അങ്ങനെയുള്ള എൻ്റെ കുടുംബം. കണ്ണടക്കുമ്പോഴെല്ലാം ഓരോരോ കാഴ്ചകൾ കണ്ണിൽ വന്ന് വീഴുന്നു. ടോമിക്ക് ചൂടുള്ള ചിക്കനും ബിരിയാണിയും കൊടുത്തപ്പോൾ സൈനബ പഴകിയ ചോറ് വെള്ളത്തിൽ കഴുകി കഴിക്കുന്ന ചിത്രമൊക്കെ ഹാജി അബ്ദുറഹ്മാൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും വലിയ തെറ്റ് ഞാൻ എങ്ങനെ ചെയ്തു? അബ്ദുറഹ്മാൻ സ്വയം ചോദിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ സൈനബ ചൂലെടുത്ത് വീട്ടുവളപ്പെല്ലാം അടിച്ചു വാരുകയായിരുന്നു. തലേ ദിവസം നടന്ന കാര്യങ്ങളൊന്നും അവളുടെ മനസ്സിലില്ല. അവൾ ശാന്തമായി തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് ഹാജി അബ്ദുറഹ്മാൻ സൈനബയുടെ അടുത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കവറും ഒരു താക്കോലും ഉണ്ടായിരുന്നു. അദ്ദേഹം സൈനബയെ വിളിച്ചു. സൈനബ, മോളെ. അന്ന് ആദ്യമായാണ് സൈനബയെ അവർ മോളെ എന്ന് വിളിക്കുന്നത്. ആ വിളി കേട്ടപ്പോൾ സൈനബ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. സൈനബ അബ്ദുറഹ്മാൻ ഹാജിയെ സാർ എന്ന് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഒരിക്കലും എന്നെ സാറെന്ന് വിളിക്കരുതേ. അതും പറഞ്ഞ് കയ്യിലുള്ള കവർ അവൾക്കു നേരെ നീട്ടി. ഈ കവറിനുള്ളിൽ നിന്റെ കഴിഞ്ഞ മാസത്തെ ശമ്പളമല്ല, ഞങ്ങൾ നിന്നോട് ചെയ്ത ഓരോ തെറ്റിനുള്ള ഒരു പ്രായശ്ചിത്തമാണ് ഇത്. സൈനബ ആ കവർ വാങ്ങാതെ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പണം വേണ്ട. അപ്പോൾ വീണ്ടും ഹാജി അബ്ദുറഹ്മാൻ പറഞ്ഞു, എന്നാൽ ഞാൻ എൻ്റെ ഈ വീടിൻ്റെ പകുതി ഭാഗം നിനക്ക് എഴുതിത്തരാം. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട. വീണ്ടും അയാൾ ചോദിച്ചു, പിന്നെ എന്താണ് നിനക്ക് വേണ്ടത്? അത് കേട്ടപ്പോൾ സൈനബ ശാന്തമായി മറുപടി പറഞ്ഞു, ഈ വീട്ടിലുള്ള ജോലിക്കാരോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണം. അവരെ ഒരിക്കലും അപമാനിക്കരുതേ. അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്നത് ആയിരിക്കണം. അതാണ് എനിക്ക് വേണ്ടത്. അത് കേട്ടപ്പോൾ ഹാജി അബ്ദുറഹ്മാൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. എന്നിട്ട് പറഞ്ഞു, ഞാൻ വാക്ക് തരുന്നു. അതേ ദിവസം ഉച്ചയ്ക്ക് ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിക്കാനിരുന്നത്. സുഹ്റാബി സൈനബയെ വിളിച്ചു. ഇങ്ങ് വന്നിരിക്കൂ.
സൈനബ ആദ്യം മടിച്ചു. എന്നാൽ ആ കുഞ്ഞു ആയിഷ ഓടി വന്ന് അവളുടെ കൈ പിടിച്ച് അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ആൻറ്റി, ഇന്ന് എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്ക്. ആ കുഞ്ഞിൻ്റെ സ്നേഹത്തിന് മുന്നിൽ സൈനബയ്ക്ക് ഇല്ലെന്ന് പറയാൻ കഴിഞ്ഞില്ല. ആദ്യമായി ആ വലിയ വീട്ടിൽ ജോലിക്കാരും വീട്ടുകാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഫാത്തിമയുടെ കണ്ണിൽ അറിയാതെ കണ്ണുനീർ നിറഞ്ഞു. ആ സമയത്ത് ആയിഷ തൻ്റെ പ്ലേറ്റിലുണ്ടായിരുന്ന ചിക്കൻ്റെ കഷ്ണമെടുത്ത് സൈനബയുടെ പ്ലേറ്റിൽ വെച്ച് പറഞ്ഞു, ഇതാ ആൻറ്റി, ഇത് കഴിച്ചോളൂ. സൈനബയുടെ കൈകൾ വിറച്ചു. ദിവസങ്ങൾക്ക് മുന്നേ അങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചിക്കൻ്റെ കഷ്ണം പോയത് ടോമിയുടെ പാത്രത്തിലേക്കാണ്. 5 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ സൈനബ യാത്ര പറയാൻ തുടങ്ങി. ഇനി ഞാൻ പോകട്ടെ? നജുമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സൈനബ, നീ ഞങ്ങളെ വിട്ടു പോവുകയാണോ? അപ്പോൾ സൈനബ പറഞ്ഞു, എൻ്റെ യാത്ര ഇനിയും അവസാനിച്ചിട്ടില്ല. നജുമ ചോദിച്ചു, ഇനി എവിടേക്കാ? അപ്പോൾ സൈനബ വീണ്ടും മറുപടി പറഞ്ഞു, മനുഷ്യത്വം ആവശ്യമുള്ള വീട്ടിലേക്ക്. ആ സമയം ഹാജി അബ്ദുറഹ്മാൻ ഒന്ന് ആലോചിച്ചു നിന്നു. പോകുന്നതിന് മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. ഹാജി അബ്ദുറഹ്മാൻ ഒരുപാട് കാര്യങ്ങൾ സൈനബയോട് പറഞ്ഞു. പിന്നീട് 1 മാസത്തിന് ശേഷം ആ വീടിൻ്റെ മുന്നിൽ ഒരു ബോർഡ് സ്ഥാപിച്ചു. സൈനബ് കെയർ ഫൗണ്ടേഷൻ എന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ടവർക്കും അനാഥരായവർക്കും വൃദ്ധരായവർക്കും എല്ലാവർക്കും ഭക്ഷണവും അതുപോലെ തന്നെ ചികിത്സയും നൽകുന്ന ഒരു സേവന കേന്ദ്രമായി മാറി. അതിൽ വരുന്ന മുഴുവൻ ചെലവും ഹാജി കുടുംബം ഏറ്റെടുത്തു. അതിൻ്റെ ഉദ്ഘാടനത്തിനായി സൈനബയെയും ക്ഷണിച്ചു. ഉദ്ഘാടന ദിവസം സൈനബയെ വേദിയിലേക്ക് ക്ഷണിച്ചു. സൈനബ വേദിയിലേക്ക് കയറാൻ മടിച്ചു. ആ സമയം ഹാജിയാർ മൈക്ക് എടുത്തു പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ഈ വേദിയിൽ നിൽക്കാൻ അർഹരല്ല. ഒരു കാലത്ത് ഞങ്ങളുടെ വീട്ടിലെ വളർത്തുനായക്ക് കൊടുത്ത ബഹുമതി പോലും ഞങ്ങൾ ഈ സ്ത്രീയോട് കാണിച്ചില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് മനുഷ്യത്വം പഠിപ്പിച്ചു തന്നത് ഈ സ്ത്രീയാണ്. മനുഷ്യരോട് എങ്ങനെ പെരുമാറണം, അവരുടെ കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണം, അതെല്ലാം തന്നെ സൈനബാണ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത്. ഇത് കേട്ടപ്പോൾ ഹാളിലുള്ള ആളുകൾ മുഴുവനും കൈയടിച്ചു. സൈനബ വേദിയിലേക്ക് കയറി. അവൾ കൂടുതലൊന്നും പറഞ്ഞില്ല. ഒരു വാചകം മാത്രമാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ വില അവൻ ധരിക്കുന്ന വസ്ത്രത്തിലോ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ജോലിയോ അല്ല, അവൻ്റെ ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ ഹാളിലുള്ളവരെല്ലാം തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് സൈനബ പുറത്തേക്ക് നടന്നു വന്നു. ആ സമയം ടോമി ഓടി വന്ന് സൈനബയുടെ കാലിൽ വീണ്ടും തലചായ്ച്ചു കിടന്നു. അപ്പോൾ സൈനബ അതിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വന്ന ദിവസം മുതൽ മനുഷ്യരിൽ കാണാത്ത സ്നേഹം നിന്നിൽ ഞാൻ കണ്ടു. നിനക്ക് സ്നേഹിക്കാൻ നന്നായി അറിയാം, പക്ഷേ മനുഷ്യരിൽ ചിലർക്ക് അത് മനസ്സിലാകാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. ചിലരുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഇതിൻ്റെ ഗുണപാഠം: ഒരു വീട്ടിലെ യഥാർത്ഥ മഹത്വം അതിൻ്റെ ആഡംബരത്തിലല്ല, ആ വീട്ടിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ്. മനുഷ്യത്വത്തെക്കാൾ വലുത് സമ്പത്തല്ല. അപ്പം നമ്മുടെ ഈ ഒരു ഹൃദയസ്പർശമായ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.